നമസ്കാരം, സുപ്രഭാതം. ഇന്നും രണ്ടും ഒരുമിച്ചങ്ങ് തന്നു. മഴയാണ് കേട്ടോ. ഇന്നലെ ഉച്ച മുതൽ ഈ തിരിമുറിയാതെ പെയ്യുന്ന മഴ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശത്തും ഒക്കെ, മലബാർ മേഖലയിൽ മൊത്തം മഴയാണെന്ന് കേട്ടത്. മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും മഴയുണ്ട്. ഇപ്പം മഴയുടെ ഒരു വൈബൊക്കെ ആസ്വദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. യാത്ര പോകാൻ, മഴയെ ആസ്വദിക്കുക, മഴ ഒരു കട്ടൻ ചായ, ജോൺസൺ മാഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലീശേ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ മഴക്കാലം അത്രയൊരു വലിയൊരു വൈബൊന്നും നൽകുന്നില്ല. കാരണം മലയോര മേഖലയിലടക്കം ആളുകൾ വലിയ ദുരിതത്തിലാണ്. ഇപ്പം നമ്മുടെ കുറ്റിയാടി അടക്കമുള്ള ഭാഗത്ത് കനത്ത മഴയിൽ റോഡിലൊക്കെ വെള്ളം കയറി. കോഴിക്കോട് നഗരത്തിൽ തന്നെ മഴ പെയ്തോട് കൂടിയിട്ട് ഇന്നലെ രാത്രിയൊക്കെ വളരെ പരിതാപകരമാണ് അവസ്ഥ. കാരണം റോഡിലൊക്കെ വെള്ളം കയറി, വാഹനങ്ങളൊക്കെ ബുദ്ധിമുട്ടാകുന്നുണ്ട്, വാഹനങ്ങൾ പോകാൻ കഴിയുന്നില്ല. അപ്പോൾ വലിയൊരു വൈബിൻ്റെ കാര്യമൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഇത്ര വലിയൊരു മഴയൊന്നും വേണ്ട. മഴയൊക്കെ കുറയ്ക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കുറച്ച് തന്നിട്ട് ഒരു സാധാരണ മഴയൊക്കെ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ വാർത്താ പ്രഭാതത്തിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യത്തെ വാർത്തയും മഴയുമായിട്ട് ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. മഴക്കാലം എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികളുടെ കാലം കൂടിയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട, ജാഗ്രത പാലിക്കേണ്ട കാലമാണ് മഴക്കാലം. അപ്പോൾ ഈ മഴക്കാലത്ത് മലബാർ പനിച്ചു വിറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു അഭംഗിയൊന്നാവില്ല. അവിടെയൊന്നും ഒരു എന്താ പറയുക, അധികം ഒരു വലിയൊരു സംഭവം ഒന്നാവില്ല ആ വാക്കിന്. മലബാർ പനിച്ചു വിറയ്ക്കുകയാണ് സത്യത്തിൽ. മഞ്ഞപ്പിത്തം ബാധിച്ച് 2 മാസത്തിനിടെ മരണപ്പെട്ടവരുടെ എണ്ണം 3ആയി. ആശങ്കയായി പലയിടത്തും ഡെങ്കിപ്പനിയും വ്യാപിക്കുന്നുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയവരിൽ പകുതിയിലധികവും മലബാർ ജില്ലകളിൽ നിന്നുള്ളവരാണ് എന്ന കണക്കുകളും മലബാർ മേഖലയെ സംബന്ധിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി അഭിജിത തിരുവോത്ത് നൽകും. അഭിജിത, പറഞ്ഞോളൂ, എന്താണ് മലബാറിന് ഈ മഴക്കാലത്ത്, പകർച്ചവ്യാധിയുടെ കാലത്ത് മലബാർ ഇത്രത്തോളം ആശങ്കപ്പെടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കണക്കുകൾ? എത്രത്തോളം ആളുകൾ ചികിത്സ തേടി? എന്താണ് ആരോഗ്യരംഗത്ത് മലബാറിൻ്റെ ഈ ഒരു ആശങ്കയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങൾ? അഭിജിത, തുടർന്നോളൂ. രാജേഷ്, സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നതിന് പിന്നാലെ പനിമരണങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മലബാർ മേഖലകളിൽ, മലബാർ ജില്ലകളിൽ ഇപ്പോൾ പനിമരണങ്ങളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയവരിൽ പകുതിയിലധികവും മലബാർ ജില്ലകളിൽ നിന്നുള്ളവരാണെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ അധ്യാപകനായ അജീഷ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. 10 ദിവസം മുമ്പാണ് ഇയാൾക്ക് രോഗം ബാധിച്ച് ചികിത്സ തേടുന്നത്. 2 മാസത്തിനിടെ ഈ സംസ്ഥാനങ്ങളിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണങ്ങൾ, അതായത് മരണസംഖ്യ കൂടുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ വഴിവെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് 13,196 പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇതിൽ 6,874 മലബാർ ജില്ലകളിൽ നിന്നുമുള്ളവരാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇതിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 12 പേരും മലപ്പുറത്ത് നിന്ന് 11 പേരും മഞ്ഞപ്പിത്തം കേസുകളിലായിട്ട് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് 11 പേർക്ക് മഞ്ഞപ്പിത്തം ഇപ്പോൾ സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനിയും ഇതേപോലെ ആശങ്ക ഉയർത്തുന്ന ഒരു കേസായി ഇപ്പോൾ വരുന്നുണ്ട്. 2 ദിവസങ്ങളിലായി 100 ഡെങ്കിപ്പനി സംശയിക്കുന്ന കേസുകളാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കണ്ണൂരും മലപ്പുറം പെടുന്നു എന്നതും മറ്റൊരു വസ്തുത തന്നെ. എന്നിരുന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് മെഡിക്കൽ ആരോഗ്യ വിഭാഗം പറയുന്നത്. കൂടുതൽ കരുതൽ ഈ കേസുകളിൽ, അല്ലെങ്കിൽ കൂടുതൽ രോഗങ്ങളുമായി കൂടുതൽ കരുതൽ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. ക്ലോറിനേഷൻ പോലുള്ള കാര്യങ്ങൾ, കാരണം പരിസര ശുചീകരണം പോലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നടപ്പാക്കി വരണം. വീടുകളിലെ ഫ്രിഡ്ജുകളിലും മറ്റും ഉണ്ടാകുന്ന വെള്ളം കൂടുതൽ ശ്രദ്ധിച്ച് അത് കൃത്യമായി നീക്കം ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ പരിസര ശുചീകരണം പോലുള്ള കാര്യങ്ങളും കൃത്യമായി നടപ്പാക്കണമെന്ന് തന്നെയാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. രാജേഷ്, തീർച്ചയായും എന്തുകൊണ്ടാണ് ഈ മഴക്കാലത്ത് വലിയൊരു വൈബ് ആസ്വദിക്കുവാൻ മലബാർ മേഖലയ്ക്ക് സാധിക്കാത്തതെന്ന കാര്യം പ്രേക്ഷകർ വ്യക്തമായി എന്ന് കരുതുന്നു. കാരണം പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ചികിത്സ തേടിയ ആളുകളിൽ മലബാർ ജില്ലകളിലെ ആളുകളാണ്. പകർച്ചവ്യാധിക്കൊപ്പം പനിക്കൊപ്പം തന്നെ ഡെങ്കിപ്പനി ആശങ്കപ്പെടുത്തുന്നു. വിശദമായി തന്നെ ആ വിവരങ്ങൾ ഈ രാവിലെ 9:05 ഈ സമയത്ത് പ്രേക്ഷകരെ അറിയിച്ചത് ഞങ്ങളുടെ പ്രതിനിധി അഭിജിത തിരുവോത്താണ്.